മഴയുടെ മനോഹാരിതയെ മനസ്സിലേറ്റുന്ന മലയാളിക്ക് മഹാരാഷ്ട്രയുടെ മറ്റൊരു മനോഹാരിതയിലേക്ക് മഥേരാനിലേക്ക് സ്വാഗതം. പഴയ കാലത്തേക്ക് ടൈം ട്രാവൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതാണ് മഥേരാൻ. ഏഷ്യയിലെ തന്നെ വാഹനങ്ങളില്ലാത്ത ഏക ഹിൽ സ്റ്റേഷൻ. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത, ഒറ്റയ്ക്ക് ചെന്നാൽ റൂം കിട്ടാൻ പ്രയാസമുള്ള മഥേരാൻ വെറും ഒരു ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷൻ മാത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ടോയ് ട്രെയിനിനും വ്യൂ പോയിന്റുകൾക്കുമപ്പുറം അവിടെ ഒരു നാടുണ്ട്, ജീവിതങ്ങളുണ്ട്. കഥകളിൽ വായിച്ചു മറന്ന പഴയ കാലത്തേക്ക് തിരിച്ചുപോയ ഫീൽ. വായിച്ചറിഞ്ഞ വിവരങ്ങൾക്കപ്പുറം എന്തൊക്കെയോ അനുഭവങ്ങൾ തന്ന ഇടം. ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ തുടക്കം. ഇന്നെൻ്റെ സഹയാത്രികനായി കൂടെയുള്ളത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ക്രൈം പാർട്ണറും ഒക്കെ കൂടിയ എൻ്റെ കസിനാണ് അപ്പു. അവൻ സത്യത്തിൽ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ കാണാൻ വന്നതാണ്. പിന്നെ ഞങ്ങൾ ആ ട്രിപ്പ് അങ്ങ് വലിച്ചു നീട്ടി മഹാരാഷ്ട്രയിലേക്കാക്കി. ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കുണ്ട്. എൻ്റെ യാത്രകൾ ഞാൻ ആരംഭിക്കുന്നത് കൂടുതലും അവധി ദിവസങ്ങളുടെ അവസാനമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നത് വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ തിരക്ക് കുറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ്. മുമ്പോട്ടുള്ള 5 വർക്കിംഗ് ഡേയ്സിലാണ് ഞങ്ങളുടെ ഈ യാത്ര പ്ലാൻ ചെയ്തത്. ജോലിയില്ലാതെ 2 ദിവസങ്ങളിൽ തിരക്ക് പിടിച്ച കാഴ്ചകൾ കണ്ടു തീർക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ഒരാഴ്ച ലീവ് എടുത്ത് സാവകാശമെല്ലാം നടന്നു കണ്ട് ആസ്വദിക്കുന്നതാണ്. ഞങ്ങൾ 700 രൂപയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും മുംബൈ സെൻട്രലിലേക്കും അവിടെ നിന്ന് 30 രൂപയ്ക്ക് നെരാൾ ജംഗ്ഷനിലേക്കുമാണ് ടിക്കറ്റ് എടുത്തത്. നെരാളിൽ നിന്നും മഥേരാനിലേക്ക് ടോയ് ട്രെയിൻ സർവീസ് ഉണ്ടെങ്കിലും നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. സീസൺ ടൈമിൽ ഇതുണ്ടാവില്ല. ഈ ട്രെയിനാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇവിടെ ഒന്നും പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം മഥേരാനിലേക്ക് പോകാൻ. ഞങ്ങൾ 70 രൂപയ്ക്ക് ഇഡലിയും വടാപ്പാവും കഴിച്ച് 50 രൂപയ്ക്ക് വെള്ളവും വാങ്ങി യാത്ര തുടർന്നു. ഇവിടുന്ന് ടാക്സിക്ക് അമാൻ ലോഡ്ജിലേക്കാണ് പോകേണ്ടത്. ടാക്സിക്കാരെ തന്നെ നമ്മളെ വിളിച്ച് കയറ്റിക്കോളും. എന്നാൽ റേറ്റ് പറഞ്ഞുറപ്പിച്ചതിന് ശേഷം മാത്രം ടാക്സി പിടിക്കുക. 100 രൂപയാണ് ഒരാൾക്ക് ടാക്സി ചാർജ്. തലേന്ന് പെയ്ത മഴയിൽ റോഡ് നല്ലോണം നനഞ്ഞ് നല്ലൊരു തണുപ്പുള്ള അന്തരീക്ഷമാണ്. പോകുന്ന വഴിക്ക് നമ്മൾ നേരാളിൽ നിന്ന് കണ്ട ടോയ് ട്രെയിനിന് മഥേരാനിലെത്താനുള്ള ചെറിയ റെയിൽപാളം റോഡ് ക്രോസ് ചെയ്ത് കിടക്കുന്നതൊക്കെ കാണാം. കുറച്ച് ഹെയർ പിന്നൊക്കെ കടന്ന് ഒരു 45 മിനിറ്റ് യാത്ര ചെയ്താൽ അമാൻ ലോഡ്ജിലെത്താം. അമാൻ ലോഡ്ജിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം മഥേരാനിലേക്ക് എത്തിച്ചേരാൻ. 50 രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ നടന്നു തുടങ്ങി. ടൈലിട്ട വഴികളിലൂടെ കുറച്ച് നടന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രിക് ഓട്ടോ കിട്ടും. ഒരാൾക്ക് 35 രൂപ വീതമാണ് ഞങ്ങൾ കൊടുത്തത്. നടന്നു വന്നാൽ കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചൊരു 1 അവറിൽ നിങ്ങൾക്ക് മഥേരാനിൽ എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച ആ മലമുകളിലേക്ക് എത്തിച്ചേർന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോയും ട്രെയിനും ഒന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ നടന്നു കാണണം, അതല്ലെങ്കിൽ കുതിര സവാരി. ഞങ്ങൾ ആദ്യം കുറച്ച് നടന്നു കാണാമെന്ന് വെച്ചു. എല്ലായിടത്തും നല്ല വെള്ളക്കെട്ടാണ്. കാരണം സീസൺ ടൈമിൽ വന്നാൽ ഇവിടെ എപ്പോഴും മഴ തന്നെയായിരിക്കും. ടോയ് ട്രെയിനിൽ വന്നിറങ്ങുന്ന ആളുകൾ, വഴിയോരങ്ങളിൽ നിറയെ കുതിരകളും ഉന്തുവണ്ടികളും, പലതരം കച്ചവടക്കാർ, അവക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന സഞ്ചാരികൾ, കച്ചവടങ്ങളും പച്ചക്കറി ഇറച്ചി മാർക്കറ്റുകളും തുടങ്ങി ഒരു ടൗണിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങൾ 60 രൂപയ്ക്ക് ഓരോ മാഗിയും ചപ്പാത്തിയും ഒക്കെ കഴിച്ചിട്ട് ഒരു കുതിര അങ്ങ് എടുത്തു. ആദ്യമായി കുതിരപ്പുറത്ത് കയറുന്നതിൻ്റെ ഒരു കൗതുകവും പേടിയും ഒക്കെ ഞങ്ങൾ 2 പേർക്കും ഉണ്ടായിരുന്നു. 800 രൂപയും കുതിരയ്ക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കുതിരക്കാരൻ കുത്തിന് പിടിച്ചു വാങ്ങി. പിന്നെ ഈ കുതിരയെ പ്രവർത്തിപ്പിക്കാനുള്ള ടെക്നിക്ക് കുതിരക്കാരൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വലത്തോട്ട് വള്ളി വലിച്ചാൽ വലത്തോട്ടും ഇടത്തേക്ക് വലിച്ചാൽ ഇടത്തോട്ടും കുതിര പോകും. പിന്നെ കുതിരക്കാരൻ കൂടെ തന്നെ ഉണ്ടാവും. മഴ നനഞ്ഞു കിടക്കുന്ന വഴികളുടെ ഇരുവശങ്ങളിലുമായി വെട്ടുകല്ലുകൾ അടുക്കി വെച്ച് കാടുമായി വേർതിരിച്ചു വെച്ചിരിക്കുന്നു. വളരെ നിശബ്ദമായി അന്തരീക്ഷത്തിൽ ആകെ കേൾക്കാവുന്നത് ഈ കുതിരകളുടെ കുളമ്പടി ശബ്ദം മാത്രമാണ്. അപ്പുവിനറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ച് കുതിരക്കാരനോട് സംസാരിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ അമ്പലമാണ്. ഷൂസും ക്യാമറയും എല്ലാം കൊണ്ട് കയറാൻ ബുദ്ധിമുട്ടായത് കാരണം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. ഇടയ്ക്കിടെ വന്നു പോകുന്ന ടോയ് ട്രെയിനിന്റെ ചൂളം വിളിയല്ലാതെ മറ്റൊരു ശബ്ദ കോലാഹലങ്ങളുമില്ല. അന്തരീക്ഷ മലിനീകരണമില്ല. प्रकृति नशा टूरिज्म तीन शॉट में गिराने का भाई सब ग्लास फर्स्ट में गिराएगा पूरा 500 रुपये मिलेगा, सेकंड में गिरा 200 रुपये और लास्ट शॉट में गिराएगा 100 रुपया है. ഇത് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ വ്യൂ പോയിന്റുകളിലൊന്നാണ്. ഇവിടെ ഒന്നും സ്വന്തം റിസ്കിൽ ഇരുമ്പുവേലി ചാടിക്കടന്നു പോയാൽ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാം. കുന്നിൻ ചെരുവിലൂടെയുള്ള നനഞ്ഞ വഴികൾ, ശക്തമായിട്ട് തന്നെ കാറ്റ് വീശുന്നുണ്ട്. ഈ ശക്തമായ കാറ്റിൽ താഴേക്ക് ഒഴുകി വരുന്ന ഈ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒരു റിവേഴ്സ് വാട്ടർഫാളായി തിരിച്ച് മുകളിലേക്ക് തന്നെ വീഴുന്നുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ മൺസൂൺ തുടങ്ങിയതിന് ശേഷം വരണം. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും. കോടമഞ്ഞ് പൊതിഞ്ഞ പ്രകൃതി, ശുദ്ധമായ വായു, പുതിയൊരു അനുഭവമാണ് മഥേരാൻ നൽകിയത്. ഒറ്റയ്ക്ക് ചെന്നാൽ റൂം കിട്ടില്ല. അതിന് കാരണമുണ്ട്. 2625 അടി ഉയരമുള്ള കുന്നായതിനാൽ താഴേക്ക് ചാടാൻ കാരണം നോക്കി നടക്കുന്നവരെ പേടിയാണെന്ന് തന്നെ കാര്യം. ഇങ്ങനെ ചാടി ജീവൻ കളയുന്നവർക്കായി റെസ്ക്യൂ ടീമും ഉണ്ട്. 500 രൂപ മുതൽ മുറികൾ ലഭിക്കും. 4 ചുറ്റുമായി 38ഓളം വ്യൂ പോയിന്റുകളുണ്ട്. നടന്നു കാണാൻ ചുരുങ്ങിയത് 3 ദിവസം വേണം. കുതിരപ്പുറത്തും നാട് ചുറ്റാൻ ഇറങ്ങാം.
ടാറിട്ട റോഡുകളില്ല, പകരം എല്ലായിടങ്ങളിലേക്കും ചെന്നെത്തുന്ന ചുവന്ന കല്ലുകൾ പാകിയ വഴികൾ. ഇടയ്ക്കിടെ പൂന്തോട്ടങ്ങൾ, എല്ലാം നന്നായി സംരക്ഷിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ സഹ്യാദ്രി മലനിരയുടെ ഭാഗമാണ് പ്രകൃതിലോല പ്രദേശമായ മഥേരാൻ കുന്നുകൾ. മലകളുടെ നെറ്റിയിലെ കാട് എന്നാണ് മഥേരാൻ എന്ന വാക്കിനർത്ഥം. മൺസൂണിൽ മഥേരാനിലെത്തുന്നവർ മഴക്കോട്ടും ബൂട്ടും ഫസ്റ്റ് എയ്ഡും എല്ലാം കരുതണം. ലഗേജ് റൂമിൽ വയ്ക്കുന്നതാവും ട്രക്കിങ്ങിന് കൂടുതൽ സൗകര്യം. റൂം എടുക്കാൻ പ്ലാനില്ലാത്തവർക്ക് റെയിൽവേ ക്ലോക്ക് റൂം സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യത്തിന് ഭക്ഷണം കയ്യിൽ കരുതുന്നവർ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അധികം ആളുകൾ എത്താത്തിടത്തോളം കാലം ഈ പ്രകൃതി ഭംഗി ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകും. മഴ നനഞ്ഞ് ട്രക്കിംഗ് ചെയ്യുന്നവർക്ക് നൈലോൺ ഡ്രസ്സുകളാവും കൂടുതൽ സൗകര്യം. ടൂറിസത്തെ ആശ്രയിച്ചാണ് മഥേരാനിലെ ഓരോ ആളുകളുടെയും ജീവിതം. ഇവിടുത്തെ മാർക്കറ്റിൽ കുതിരകളെ തളച്ചിട്ടിരിക്കുന്ന വഴികളിലൂടെ പോകുമ്പോൾ സവാരിക്കുള്ള ക്ഷണവുമായി കുതിരക്കാരെത്തും. അവിടെ മാത്രമല്ല, നടക്കുന്ന വഴിയിൽ എവിടെ ഒരു കുതിരക്കാരനെ കണ്ടാലും അവൻ നിങ്ങളെ കുതിരപ്പുറത്ത് കയറ്റാൻ നോക്കും. കുതിരക്കാർ, ഹോം സ്റ്റേ നടത്തിപ്പുകാർ, ഗൈഡുകൾ, റിക്ഷാവാലകൾ, ബ്രോക്കർമാർ, അങ്ങനെ പലതരക്കാരെ ഇവിടെ കാണാം. ഇനി മഥേരാനിൽ വരുന്നവർക്ക് നൽകാൻ കുറച്ച് മുന്നറിയിപ്പുകളാണ്. മഥേരാനിലെ കുരങ്ങുകൾ ആക്രമണകാരികളാണ്. നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരിക്കലും ഭക്ഷണ സാധനങ്ങളോ കവറുകളോ കയ്യിൽ പിടിക്കരുത്. താമസ സ്ഥലത്തെ റൂമിൻ്റെ വാതിലുകളും ജനലുകളും എപ്പോഴും ലോക്ക് ചെയ്യുക. കുതിര സവാരിക്കും റിക്ഷകൾക്കും മണിക്കൂറിന് ഈടാക്കാൻ അനുവദിക്കപ്പെട്ട നിരക്കുകളുണ്ട്. പുറപ്പെടും മുൻപ് അവരുടെ പക്കലുള്ള കാർഡ് പരിശോധിച്ച് നിരക്കുകൾ കൂടുതലല്ലെന്ന് ഉറപ്പുവരുത്തണം. ഓഫ് സീസൺ സമയത്ത് നിരക്കുകൾ പൊതുവെ കുറവായിരിക്കും. ഇരുട്ട് വീണ ശേഷം മഥേരാനിലെ കാടിനുള്ളിലൂടെയുള്ള നടത്തം ഒഴിവാക്കുക. മഥേരാനിലൂടെ നടക്കുമ്പോൾ മാപ്പ് കയ്യിൽ കരുതുക. താമസിക്കുന്ന ഹോട്ടലിൽ നിന്നോ മാർക്കറ്റിലെ ഷോപ്പുകളിൽ നിന്നോ മാപ്പ് ലഭിക്കും. അല്ലാത്ത പക്ഷം ഓഫ്ലൈൻ മാപ്പുകൾ കയ്യിൽ കരുതുക. ഹിന്ദിയാണ് പൊതുഭാഷ. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വളരെ കുറവാണ്. ഇവിടുത്തെ മാർക്കറ്റുകളെല്ലാം വൈകുന്നേരങ്ങളിൽ സജീവമാണ്. രാത്രി 10:30 വരെ തുറന്നിരിക്കും. ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായിട്ടും ഒരു ടൗണിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാകും. കുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഗ്രാമീണരുടെ പ്രധാന സഞ്ചാരപാതയാണിത്. ഇടയ്ക്ക് വെച്ചപ്പോഴും ഒരു വിൽപ്പനക്കാരിൽ നിന്ന് ഭേൽപൂരി വാങ്ങി കഴിച്ചിരുന്നു. ഇവിടെ വരുന്ന സുഹൃത്തുക്കൾക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നതോടൊപ്പം ഇവിടുത്തെ ഭക്ഷണ രീതികളും പരീക്ഷിക്കാവുന്നതാണ്. മുംബൈക്കടുത്തുള്ള ഈ ഹിൽ സ്റ്റേഷനിൽ കടുത്ത ചൂടിൽ നിന്നും രക്ഷ നേടാൻ 1850കളിൽ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ സ്ഥലം. ഇന്നും സൈക്കിളിന് പോലും ഈ ഗ്രാമത്തിൽ പ്രവേശനമില്ല. ആകെയുള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന അഗ്നിശമന സേനയുടെ വാഹനവും ആംബുലൻസുമാണ്. ഇത് ശിവജി മഹാരാജ് മെമ്മോറിയൽ മ്യൂസിയം. കാതങ്ങൾ താണ്ടി മഥേരാനെ ആസ്വദിക്കാൻ വരുന്നവർക്ക് മഥേരാനെ അറിയാനുള്ള അവസരമാണ് ഈ മ്യൂസിയം. ഇവിടുത്തെ ഭരണത്തിൻ്റെയും ഭരണാധികാരികളുടെയും അവശേഷിപ്പുകൾ കാണാൻ ഒരു 10 രൂപ കൂടി മുടക്കുന്നതിൽ നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാവില്ല. ഈ നാടിൻ്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ ആദ്യ ദിവസം കണ്ട കാഴ്ചകളാണ് നിങ്ങൾക്കായി ഇവിടെ പങ്കുവച്ചത്. 2ാം ദിവസത്തെ മഥേരാൻ്റെ ഉൾക്കാഴ്ചകൾ അടുത്ത പാർട്ടിലുണ്ടാവും. ഓരോ മഴക്കാലവും എനിക്ക് ഓരോ പുതുമയുള്ള അനുഭവങ്ങൾ നൽകി. മഥേരാൻ്റെയും മഹാരാഷ്ട്രയുടെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സൈനിങ് ഓഫ് പവിയാനന്ദ് ഫ്രം ഹൈ റേഞ്ച് ഡയറീസ്.